ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നെന്ന് ഞാൻ പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരിക്കലും ഇന്നത്തെ വീഡിയോ അല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ബിസിയും കാര്യങ്ങളും അതേപോലെ കുറച്ചധികം വീഡിയോ എഡിറ്റ് ചെയ്യാൻ മടിയും കാര്യങ്ങളും വന്നു കേട്ടോ. അതാണ് ഈ ഒരു വീഡിയോ ഇടാൻ ഇത്ര അധികം ലേറ്റായി പോയത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റതിന് ശേഷം നേരെ വന്നിട്ട് കിച്ചണിൽ വന്ന് കണ്ട് ഇതാ ഞാൻ ചായക്കുള്ള വെള്ളം കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ കടലക്കറി കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് വെള്ളക്കടലയും അതേപോലെ കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള കറി. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പ്രാവശ്യം കൂടിയും കാണിച്ചിട്ട് ഞാൻ വെറുതെ വെറുപ്പിക്കണില്ല കേട്ടോ. കടലക്കറി എനിക്ക് പൊതുവെ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഈ ഒരു കുറുക്കി ഉണ്ടാക്കണ കടലക്കറി കേട്ടോ ഉണ്ടാക്കുന്നത്. അതെനിക്ക് പിന്നെയും പറ്റും കേട്ടോ പുട്ടക്ക്. അപ്പോൾ ഇന്ന് പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. പുട്ടൊക്കെ ഞാൻ കല്യാണത്തിന് ശേഷം കേട്ടോ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പ് എനിക്കറിയാവുന്ന ഒരേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പാട്ടോ. മലപ്പുറം സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സാധാരണ അപ്പല്ലേ, അത് മാത്രം കേട്ടോ എനിക്ക് ഉണ്ടാക്കാൻ അറിയുള്ളായിരുന്നു. ഇതൊക്കെ ഇവിടെ എത്തിയതിനു ശേഷം പിന്നെ ഉമ്മാൻ്റെ നിന്ന് കണ്ടുപഠിച്ചായിരുന്നു കേട്ടോ പുട്ടുണ്ടാക്കാൻ വരെ. ഞാൻ ഈ ഒരു കിച്ചണിൽ കയറിയപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ റൂമിൽ നിന്ന് ഒരാൾ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈനലി ഞാൻ അതിൻ്റെ ഇടയിൽ ആളെടുത്തോടുന്ന കേട്ടോ. വന്നപ്പോൾ ആൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. ഞാൻ കൊടുക്കണ ഒന്നും പറ്റൂല, മാംഗോ മതി എന്ന് പറഞ്ഞിട്ട് അതാട്ടോ കഴിക്കാൻ നിൽക്കുന്നത്. ലാസ്റ്റ് അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനും ആൾ കൂടി ചെറിയൊരു കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആളോട് ബ്രഷ് ചെയ്തിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ബ്രഷ് ചെയ്യുന്നതിൻ്റെ മുമ്പ് കഴിച്ചിട്ട് ആൾ ബ്രഷ് ചെയ്യുള്ളൂ എന്നായിരുന്നു കേട്ടോ കച്ചറ. അപ്പോൾ എന്നാൽ ആളിഷ്ടം പോലെ ആട്ടെന്ന് വിചാരിച്ചിട്ട് മാംഗോ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ആൾ ബ്രഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിടുക കേട്ടോ. രാവിലെ തന്നെ ഒന്ന് അടിച്ച് വാരിയിട്ടാൽ മൊത്തത്തിലൊരു വൃത്തിയായ പോലെയൊക്കെ കേട്ടോ. കാരണം രാത്രി ആൾ നല്ല രീതിയിൽ എരപ്പാക്കിയിടും കേട്ടോ. ഞങ്ങളെ റൂം മേക്കാരും മെയിനായിട്ട് എരപ്പായി കിടക്കുക. അതിന് ശേഷം ഞങ്ങൾ ഇനി പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ നോക്കുക കേട്ടോ. ഈ ഒരു ടൈമായ പിന്നെ കടിപിടി കഴിക്കാറ് കേട്ടോ. അതായത് ഫുഡ് കഴിക്കാൻ അത്യാവശ്യം ടൈം വേണ്ടി വരും. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ടൈം ഉണ്ടാവില്ല. കുളിക്കലും മാറ്റലും ഒക്കെ ഒരുമിച്ച് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ ആൾ അങ്കലവാടിക്ക് പറഞ്ഞേക്കാനാട്ടോ നോക്കുന്നത്. അങ്കലവാടിക്ക് പോകുന്നത് പൊതുവേ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം ലീവൊക്കെ കിട്ടിയോണ്ട് തന്നെ ആൾക്ക് പോകാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നല്ല ഇഷ്ടത്തിലാട്ടോ പോകുന്നത്. കാരണം വീട്ടിൽ ആരും കളിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളെ ആളെ ഫ്രണ്ടായിട്ട് കളിക്കാൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കാര്യമായിട്ടോ. അതായത് അധികം കുട്ടികളൊന്നും ഉണ്ടാവില്ല അങ്കലവാടിയിൽ, ഒരു 5-6 കുട്ടികൾ അത്രയൊക്കെ ആയിട്ടോ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വീട്ടിലെത്തിയതിനു ശേഷം ഇനിയിപ്പോൾ അടുത്ത ലഞ്ചിനുള്ള പണിയാട്ടോ നോക്കുന്നത്. ഇന്നിപ്പോൾ സിമ്പിളായിട്ടുള്ള ലഞ്ചാട്ടോ ഉണ്ടാക്കുന്നത്. അതായത് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കർ കപ്സ വേണമെങ്കിൽ കുക്കർ മന്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനത്തെ സംഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതാട്ടോ റെസിപ്പി ആയിട്ട് കാണിക്കാതെക്കുന്നത്. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഉച്ചക്ക് മാത്രമുള്ള ചോറാട്ടോ ഉണ്ടാക്കുന്നത്. അതായത് രാത്രി ഞാനും മോനും മാത്രം ഇവിടെ ചോറ് കഴിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വേണ്ട. അതായത് ഞങ്ങളിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവും. അപ്പോൾ ഇന്ന് ചോറ് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് മാത്രമേ കേട്ടോ ചോറ് വെക്കണുള്ളൂ. അപ്പോൾ അടുത്ത കുക്കറിൽ വെച്ചിട്ടുള്ളത് ചപ്പാത്തിക്കുള്ള കറി കേട്ടോ വൈകുന്നേരത്തിന്, അതായത് രാത്രിക്കുള്ളത്. പിന്നെ ഇനിയിപ്പോൾ 2 കുക്കറും ഒരു വിസിലടിച്ചാൽ മതി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ പെട്ടെന്ന് തന്നെ അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്, തുടക്കലാട്ടോ ഉള്ളത്. അതിന് ശേഷം വേഗം തന്നെ കുളി കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടോ നോക്കുന്നത്. അപ്പോൾക്ക് കാക്കു എത്തിയിട്ടുണ്ട്. കാക്കു 2ആൾക്കുള്ള ചോറൊക്കെ അവിടെ വിളമ്പുണ്ട് കേട്ടോ. ഞാൻ വേഗം തന്നെ വന്നിട്ട് സോസൊക്കെ എടുക്കുക കേട്ടോ ചെയ്യണത്. കാരണം അപ്പോൾക്ക് കുറച്ച് അധികം വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇരുന്നിട്ട് വേഗം തന്നെ ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. ഫുഡ് കഴി കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുറച്ച് അധികം നേരം തന്നെ കിടന്നിട്ടുണ്ട്. അപ്പോൾക്ക് ഇതാ മോനും വരാനായിട്ടുണ്ട് കേട്ടോ. ആൾ അങ്കലവാടി ഇട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഐസ്ക്രീം ആയിട്ടാട്ടോ വന്നത്. ഇത് ഉച്ചക്ക് വന്നപ്പോൾ കൊടുന്നതായിരുന്നു കേട്ടോ. അതായത് മോൻ അങ്കലവാടിക്ക് പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്ത് കൊണ്ടുവരുമ്പോഴും 2 കൊണ്ടുവരും കേട്ടോ. കാരണം അല്ലെങ്കിൽ മോന് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്, അതായത് ഉമ്മച്ചയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ച് തൊയ്ര്യം കിടക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ ഒരു അസുഖം കയറും കേട്ടോ. പഠിക്കാനുള്ള ഒരു പ്രത്യേകതരം മൂഡ് കേട്ടോ. അപ്പോൾ മോനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു തൊയ്ര്യം തരില്ല. അതുകൊണ്ട് ഞാനും കാക്കു ഇരുന്നിട്ട് മാറി തിരിഞ്ഞിരുന്നിട്ട് പഠിപ്പിക്കായിരുന്നു കേട്ടോ ആളെ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു, അതുകൂടിയും കൊടുക്കുക കേട്ടോ. പിന്നെ കഴിക്കാനൊന്നും വലിയ കൂട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത്രയും ടൈം ഞാൻ വെറുതെ അന്തം വിട്ടിങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ കേട്ടോ എനിക്കൊരു ബോധോദയം വന്നത്, അതായത് വീട്ടിലേക്ക് പോകണ്ടേ അതിൻ്റെ മുമ്പ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കിച്ചണിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ കാക്കു സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു, അതുകൂടി ഒന്ന് പൊയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വന്നിട്ടേ ഒരാൾ ഉണ്ടാക്കുള്ളൂ, ഞാൻ അല്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കൂല. അപ്പോൾ അത് കേട്ടിരുന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചായക്ക് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാക്കുക വെട്ടി നുറുക്കി കുക്കറിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചപ്പാത്തി കൂടിയും ചുടാൻ നിൽക്കുക കേട്ടോ. അപ്പോൾക്ക് കിച്ചണൊക്കെ നല്ല രീതിയിൽ എരപ്പായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന കൈകൾ എൻ്റെ സ്വന്തം കെട്ടിയോൻ്റെ കേട്ടോ. ആൾക്ക് ഞാൻ എവിടെ ഫോൺ വെച്ചാലും കാക്കൂനും മോനും ഒരേപോലെ കേട്ടോ. ഞാൻ എവിടെ ഫോൺ വെച്ചാലും അതുമ്മ എന്തെങ്കിലുമൊക്കെ ഒരു കോപ്രായങ്ങൾ കാണിക്കൽ.
ഇനിയിപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. അല്ല ഇതിൻ്റെ ഇടയിലാക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് കൈയ്യൊക്കെയാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഇത് ചായ കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചപ്പാത്തിക്കുള്ള ചിക്കനാട്ടോ അവിടെ റെഡിയാക്കി വെക്കുന്നത്. ഉച്ചക്ക് തന്നെ അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് വറ്റിച്ചെടുക്കാനുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ കുറച്ച് അധികം തന്നെ മടക്കി വെക്കാണ്ട് അതുകൂടി ഒന്ന് മടക്കി വൃത്തിയാക്കി എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ സോഫ കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മഗ്‌രിബ് കൂടി കഴിഞ്ഞിട്ടാട്ടോ ഇന്നിപ്പോൾ ചായ കുടിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഉപ്പും മുളക് പൊടിയും ഒക്കെ ആക്കിയിട്ട് അത് നാരങ്ങയിൽ ഇങ്ങനെ തേച്ച് കണ്ട് ആ ഒരു കോണുമ്പോൾ തേച്ച് കണ്ട് സ്വീറ്റ് കോൺ കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് കഴിക്കണം കേട്ടോ. അതാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇതിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ കട്ടൻ ചായ കേട്ടോ. പാൽ ചായ എടുക്കരുത് കേട്ടോ. നല്ല ചൂടുള്ള കട്ടൻ ചായ തന്നെ വേണം. പിന്നെ ഞങ്ങൾ ചായ കുറച്ച് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ പാഠസഞ്ചിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എല്ലാതും കൊണ്ട് ഇനി ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. കുറച്ചധികം ദിവസം വീട്ടിൽ നിൽക്കണം. പക്ഷേ ഇതിൽ മുഴുവൻ്റെ ഡ്രസ്സൊന്നുമല്ല കേട്ടോ. സിസ്റ്റർ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാടകയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടേ കൊടുക്കാം കേട്ടോ. പോകുന്ന വൈക്കൽ ഉപ്പാനോടുകൂടിയും ഒന്ന് യാത്ര അറിയാൻ കയറിയതാണ്. പിന്നെ ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഉപ്പാനെ കെതിയെടുത്തിട്ട് ആൾ വേറെ ഏതെങ്കിലേക്കാരും പറയുക, ഉപ്പ വേറെ ആയിട്ട് വിചാരിക്കുക. അപ്പോൾ ഇതാ ആൾ പറഞ്ഞ ലേസൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ബ്രദറിനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോരുക കേട്ടോ. പോരുന്ന വൈക്കൽ നല്ല മഴ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കയറി നിന്നതാട്ടോ ഇവിടെ കടയിൽ. കയറി നിന്നുകൊണ്ട് കുറച്ച് അധിക സാധനങ്ങളും മേടിക്കാനായിട്ടോ. അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മഴ ചെറുതായിട്ടൊന്ന് ചോർന്നപ്പോൾ കാക്കുത ഞങ്ങളെയും കൊണ്ട് പോകാനായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളെയും ഇവിടെ വെച്ച് നിർത്തിയാൽ കുറച്ച് നഷ്ടക്കച്ചവടക്കാർ കേട്ടോ. പിന്നെ മോനാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ധൃതി കൂടിയും കൂട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഫൈനലി ഇതാ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ വീട്ടിൽ. അപ്പോൾ സിസ്റ്റർമാർ രണ്ടാളുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം ഉമ്മയുടെ ബിരിയാണി, ഉമ്മയല്ല കേട്ടോ സിസ്റ്റർമാർ ഇവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഉമ്മക്ക് ചെറിയ റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉമ്മക്കിപ്പോൾ അധികം നല്ല തീരെ പണിയെടുക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് സിസ്റ്റർമാരുണ്ടാക്കിയ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കിടന്നുറങ്ങാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ വന്നിട്ട് നമ്മൾ ഉറങ്ങിയിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എന്നാൽ ശരി, ബായ്.